ഞാൻ ഒന്നുകൂടി ശ്രീ ടി എൻ കൃഷ്ണചന്ദ്രനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്ഷൻ എത്തുക, ഒരു വല്ലാത്തൊരു മാജിക് കാണിക്കുക, ഇതൊക്കെ അവർക്ക് മാത്രം കഴിയുന്ന ചില സംഗതികൾ എന്ന് നേരത്തെ രാജു പറഞ്ഞ പോലെയാണ്. MS ബാബുരാജ് മൂടുപടം എന്ന ചിത്രത്തിൽ ഒരു തളിരിട്ട കിനാക്കൾ തന്നെ എന്ന ഗാനത്തിലൂടെ കൊണ്ടുവരുമ്പോൾ ഉത്തരേന്ത്യൻ ഗസൽ ഭാവങ്ങളെയൊക്കെ ഇങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരിക. തെലുങ്കിൽ ജനിച്ച ഒരാളാണ്, പക്ഷേ ഈ ഹിന്ദി അടക്കം ഒഡിയ അടക്കം ഒക്കെ പാടുമ്പോൾ ഇതേപോലെ ആ ഒരു 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 നോർത്ത് ഇന്ത്യൻ ഗസൽ ഒരു മാജിക് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്? അത് നമുക്ക് മലയാളികൾക്ക് തന്ന ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെങ്ങനെയാണ് കൃഷ്ണൻ്റെ എങ്ങനെയാണ് ഓർക്കുക? ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ബാബുക്കയുടെ ഒരു സ്റ്റൈലും അങ്ങനെയായിരുന്നുകൊണ്ട് ജാനകി അമ്മയും കൂടി ചേർന്നപ്പോ അത് ഗംഭീരമായി എന്നുള്ളതാണ്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ രാജിയൊക്കെ പറഞ്ഞ ആ പാട്ടുകള്, മറ്റേ ആ ശിങ്കാരവേലൻ എന്നുള്ള പാട്ട് ശരിക്കും ആദ്യം പീലിയിലമ്മയ്ക്ക് പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്. അത് ആ കഥ അറിയുമോന്ന് അറിയില്ല. എന്നിട്ട് പീലിയിലമ്മയാണ് എനിക്ക് ഈ ഇത്രയും മേലെ പാടാൻ പറ്റില്ല, അത് പാടാവുന്ന ഒരു പുതിയ ഗായികയുണ്ട് ജാനകി എന്ന് പറയും, അവരെ വിളിച്ച് പാടിക്കൂ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഈ കാരക്കുറിച്ചി അരുണാചലം എന്നുള്ള നാദസ്വര വിദ്വാന് നിൽക്കാൻ സമയമില്ല. അപ്പോ വയലിൻ ട്രാക്ക് എടുത്തിട്ട് കാരക്കുറിച്ചി അരുണാചലത്തിന് ദിവസം കച്ചേരിയാണ്, അദ്ദേഹത്തിന് പോണ്ടിയിരുന്നു. എന്നിട്ട് ഈ വയലിൻ വായിച്ചിട്ട് പാടുന്ന സ്ഥാനത്ത് വയലിൻ വായിച്ചിട്ട് ആ പാട്ട് വെച്ചിട്ട് ജാനകി അമ്മ പഠിച്ചു വന്നിട്ട് ഒറ്റയടിക്ക് റൺ ത്രൂ പാടിയതാണ് തുടക്കം മുതൽ അവസാനം വരെ ഈ പാട്ട്. ഇന്ന് നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല എങ്ങനെയാണ് ആ ശിങ്കാരവേദനെ പോലുള്ള ഒരു പാട്ട് ഒറ്റ റൺ ത്രൂല് എങ്ങനെ പാടാൻ പറ്റും. സ്റ്റേജിൽ ഇപ്പൊ മത്സരത്തിൽ ചില കുട്ടികളൊക്കെ പാടുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഞാൻ പറയുന്ന ഒരു റെക്കോർഡിംഗ് പെർഫെക്ഷനോട് കൂടി പാടാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അതേപോലെ ഇപ്പൊ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു, എൽ വൈദ്യനാഥന്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കന്നഡത്തിൽ ഒരു വളരെ പ്രശസ്തമായ ശിവനെ പറ്റിയിട്ടുള്ള സ്തുതിയുണ്ട് ജാനകിയമ്മ പാടിയത്. ജാനകിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ജാനകിയമ്മയ്ക്ക് എന്റെ രാഗത്തിനെ പറ്റിയിട്ടെന്ന് അറിഞ്ഞിട്ടല്ല, ഒരു വരിയുടെ പകുതി വരെ ഒരു വരിയുടെ പകുതി ഒരു രാഗവും സെക്കൻഡ് പോർഷൻ വേറൊരു രാഗമാണ്. ഇങ്ങനെയാണ് ഓരോ വരികളും വരുന്നത്. ആ പാട്ട് അതിഗംഭീരമായിട്ടാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. പിന്നെ ഈ ശ്രുതി പെർഫെക്ഷന്റെയും ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഞാനിത് സിറ്റുവേഷൻ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ജാനകിയമ്മ പോയെങ്കിലും ജാനകിയമ്മ അവർ ആ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും നമുക്ക് തന്നിട്ടല്ലേ പോയിട്ടുള്ളത്. അത് നമുക്ക് ഇനി അത് കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കാം. അതുകൊണ്ട് പഴയ ചെറിയ ചില തമാശ ഓർമ്മകൾ പറയാന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. തെറ്റിദ്ധരിക്കരുത്, സിറ്റുവേഷൻ തമാശയാക്കുകയാണെന്ന് വിചാരിക്കരുത്. എന്റെയൊക്കെ ഒരു ഓർമ്മയാണ്, ജാനകിയമ്മയുടെ കൂടെയാണ് എനിക്ക് എന്റെ ആദ്യത്തെ തമിഴ് പാട്ടും അതെ. എന്റെ മലയാളത്തിൽ ഞാൻ ആദ്യം പാടി ഈണ എന്നുള്ള സിനിമയിലും ദാസേട്ടൻ ഇപ്പുറത്തും ജാനകിയമ്മ ഇപ്പുറത്തും നടുവിലത്തെ മൈക്കിൽ ഞാനും നിന്ന് പാടേണ്ട ഒരു സ്ഥിതി വന്നിട്ടുള്ള ഒരു ഗായകനാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോ നമ്മൾ ലൈവ് പാടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പാടേണ്ടി വന്നിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞൊരു പോർഷനാണത്, ചെറിയ പോർഷനാണ്. ദാസേട്ടനാണ് മെയിനായിട്ട് പാടുന്നത്. എങ്കിലും അങ്ങനെ പാടിയിട്ടുള്ള ജാനകിയമ്മയാണ് എനിക്ക് തമിഴില് കുറെ പാട്ടുകൾ രാജാസാറിന്റെ ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ പോലെയുള്ള പുതിയ ഗായകരെയൊക്കെ ഇങ്ങനെ കംഫർട്ട് ആക്കാൻ വേണ്ടി ഓരോ തമാശകൾ പറയാ. എന്നെ കൃഷ്ണചന്ദ്രൻ എന്നല്ല പറഞ്ഞിരുന്നത്, എന്നെ കിഷൻ ചന്ദ് എന്നാണ് പറഞ്ഞിരുന്നത്, ഒരു ബംഗാളി സ്റ്റൈലില്. ആ കിഷൻ ചന്ദ് വാപ്പാ വാങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അപ്പൊ നമ്മള് റിഹേഴ്സൽ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. റിഹേഴ്സൽ ഒരു പാട്ട് നമ്മള് വിത്ത് ഓർക്കസ്ട്രയാണല്ലോ പാടുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സൽ, അപ്പോഴാണ് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ ഇവരൊക്കെ കേട്ട് നമ്മുടെ പാട്ടിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ത്രോട്ട് ഇട്ട് പാടും റിഹേഴ്സലിന്. ആ റിഹേഴ്സൽ സമയത്ത് ജാനകി അമ്മ ഇങ്ങനെ ഒരു വലിയ കാര്യമായിട്ടൊന്നും ഒരു റിസ്ക് ഒന്നും എടുക്കാതെ ഇങ്ങ് പാടും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓഹോ ഇന്നിപ്പോ ജാനകി അമ്മ ഇങ്ങനെയാണ് പാടുന്നത്, എന്നാൽ നമ്മളൊന്ന് സ്കോർ ചെയ്ത് കളയാം എന്ന് വിചാരിക്കും. ടേക്ക് സമയത്താണ് ശരിക്കും ജാനകി അമ്മ പുറത്തു വരുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ടേക്കിലെ ഇതിന്റെ ഒക്കെ കാര്യമുള്ളൂ. അപ്പൊ ആ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കമലഹാസൻ അഭിനയിക്കുമ്പോഴൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, റിഹേഴ്സൽ സമയത്ത് ഇങ്ങനെ തമാശയൊക്കെ കാണിച്ച് നടക്കും, ടേക്ക് ആവുമ്പോ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ആള് മാറുന്നു. അതേ ഒരു കാര്യമാണ് ജാനകി അമ്മയുടെ കാര്യത്തിൽ റെക്കോർഡിങ് സമയത്ത് നടക്കാറുള്ളത്. അതൊന്നും മറക്കാൻ പറ്റില്ല, ആ പഴയ ഓർമ്മകൾ.
എനിക്ക് ആ മദ്രാസ് ജീവിച്ചിരുന്ന സമയത്ത് ജാനകിയമ്മയായിട്ടുള്ള ഒരു കാര്യവും മറക്കാൻ പറ്റില്ല. എന്റെ കല്യാണം അറ്റൻഡ് ചെയ്തത്, ഏഹ് ജാനകിയമ്മയുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശത്തിന് ഞങ്ങൾ പോയത്, എന്തിനാ മകൻ മുരളിയുടെ കല്യാണത്തിന് എന്റെ ഗുരുനാഥനുണ്ട് ഡി കെ ജയറാമൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകണം, എനിക്ക് കാറില്ല പോവാൻ. അങ്ങനെ ഞാനാണ് ഡ്രൈവ് ചെയ്ത് മുരളിയുടെ കല്യാണത്തിന് ഞാൻ കൊണ്ടുവന്നു. ഇന്നിപ്പോ അവിടെ ആ ശവസംസ്കാരം കാണുമ്പോ അതിൽ ആ മുരളിക്കുണ്ടായ മക്കൾ, അതിലൊരു മകളാണ് ഈ കൊടുക്കുന്നത് ഞാൻ കണ്ടത്. അത്രയും വർഷം ബാക്കിലേക്ക് ഞാൻ പോയി നോക്കുകയാണ്. ജാനകിയമ്മയുടെ കയ്യിന്റെ ഒരു ക്ലോസപ്പ് ഇന്ന് കണ്ടു. അത് വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ശ്രദ്ധിച്ചോന്നറിയില്ല നിങ്ങൾ പലരും. ഒരു ചെറിയ ഉണ്ണികൃഷ്ണന്റെ ചെറിയ പ്രതിമ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ജാനകിയമ്മ കൃഷ്ണനുമായിട്ടാണ് ജാനകിയമ്മയുടെ ബന്ധം മുഴുവൻ. സുജുവൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, പെയിന്റിങ് നല്ലോണം വരയ്ക്കും. ഇപ്പൊ പുതുതായിട്ട് പരിപാടികളൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറിലൊക്കെ കയറി കൃഷ്ണനെ വരയ്ക്കും, രാധയ്ക്ക് എല്ലാ രാധമാർക്കും ജാനകിയമ്മയുടെ മുഖമായിരിക്കും ജാനകിയമ്മ വരച്ചു കഴിഞ്ഞാൽ. കൃഷ്ണനും രാധയും എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം. അതൊക്കെ നമ്മള് ആ ഒരു വലിയ ആർട്ടിസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതൊന്നും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. Big TV without fear or favor.